am Sally from Mac Engineers and Builders. 2020 ഈ ക്ലയൻറ്റ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി അപ്രോച്ച് ചെയ്തത്. ക്ലയൻറ്റ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്താണ്, GCCയിലാണ്. GCCയിലെ ഒരു കൺസ്ട്രക്ഷൻ ടൈപ്പ് ആയിട്ട് അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്യുവർ കോണ്ടംപററി തോട്ടുമായിട്ടായിരുന്നു നമ്മളെ സമീപിച്ചത്. നമ്മൾ ഈ പ്ലോട്ട് വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഇതൊരു 10 സെൻസ് നാരോ പ്ലോട്ടാണത്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് കേർവ്ഡ് ആയിട്ടുള്ള റോഡാണുള്ളത്. ആ പ്ലോട്ട് കണ്ടപ്പോൾ തന്നെ ഈ എലവേഷന് എത്രത്തോളം പ്രാധാന്യം ഉള്ള സൈറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് വേണ്ടതും കോണ്ടംപററി ആണ്. ആ രൂപത്തിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തത്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുന്നത് ചെറിയൊരു ഫോയർ സ്പേസിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിവിങ് ആൻഡ് ഡൈനിങ് ആണുള്ളത്. ലിവിങ് ആൻഡ് ഡൈനിങ് നമ്മളൊരു ഓപ്പൺ കോൺസെപ്റ്റിലാണ് ചെയ്തത്. ലിവിങ്ങിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തു. ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റിൽ പെട്ടതായിരുന്നു ബെഡ്റൂംസിന് പ്രൈവസി ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ഡൈനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കോർണേഴ്സിലായിട്ടാണ് 2 ബെഡ്റൂംസിൻ്റെ ഡോർസ് നമ്മൾ പ്ലേസ് ചെയ്തത്. ക്ലയൻറ്റിൻ്റെ പ്രത്യേക റിക്വയർമെൻറ്റിൽ പെട്ടതായിരുന്നു ഒരു ലോങ്ങർ സ്പേസ് വേണം കിച്ചണിൽ എന്നുള്ളത്.
ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണി പ്രൊജക്റ്റ് ചെയ്തപ്പം സ്വാഭാവികമായിട്ടും ബെഡ്റൂമിന് ഒരു പ്രൈവസി ആവശ്യമായിരുന്നു. അപ്പോൾ ആ പ്രൈവസിൻ്റെ മാറ്ററായിട്ട് നമ്മളവിടെ ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തു. ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തതിന് 1-2 റീസൺ കൂടി ഉണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇവിടെ നല്ല കാറ്റും വെളിച്ചവും ഉണ്ടാവും. അപ്പോൾ ഈ ലൈറ്റിനെയും കാറ്റിനെയും കൺട്രോൾ ചെയ്യണം, അതുപോലെ ഈ പ്രൈവസി മാനേജ് ചെയ്യണം. ഈ കാര്യം വെച്ചിട്ടാണ് നമ്മൾ അവിടെ ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തത്. ഈ ലൂവേഴ്സ് പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റിംഗ് പാർട്ടായിട്ട് ലൂവേഴ്സ് നമുക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനെ ലൂവേഴ്സ് ഹൗസ് എന്ന് പേര് കൊടുത്തു.